Hello dears! അപ്പോൾ എല്ലാവരും മാത്സ് എക്സാം തകർത്ത് എഴുതിയായിരുന്നോ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതും നിങ്ങൾക്ക് തോന്നിയത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, കുറച്ചൊന്ന് ചിന്തിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സാം ആണ്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ വന്ന് കാണുമല്ലോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഓക്കെ, ആൻഡ് നന്നായി തന്നെ എഴുതിയ കുട്ടികൾ അടിപൊളി, ഒന്നും പറയാനില്ല. ഇതുപോലെ തന്നെ പഠിക്കുക. ഇനി മാർക്ക് കുറയുന്ന പേടിയുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഇനി ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? അടുത്ത എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എക്സാംസ് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ എക്സാംസ് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടുത്ത എക്സാമിൽ നന്നായി തന്നെ മാർക്ക് വാങ്ങിക്കും എന്ന് വാശിയിൽ തന്നെ പഠിക്കുക കേട്ടോ. സെറ്റ് അല്ലേ? അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ ഓണപരീക്ഷയിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും അതുപോലെ തന്നെ വൺ ഫ്രാക്ഷൻ മെനി ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്റർ, വോളിയംസ് വ്യാപ്തങ്ങൾ എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് മിസ് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം 1ാമത്തെയും 4ാമത്തെയും ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് അശ്വതി മിസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇതിലേക്ക് കടക്കാം, ആൻസേഴ്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ, യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വോളിയംസ് എന്ന് പറയുന്ന ചാപ്റ്റർ 3ാമത്തെ പാഠത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മിസ് കൂടുതൽ കഥകളൊന്നും പറഞ്ഞു പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയുന്നത് ദി ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, നീളം, വീതി, ഉയരം. ഒരു റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്കിൻ്റെ നീളം, വീതി, ഉയരം തന്നിട്ടുണ്ട്. 90, 70, 50 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയായിരിക്കും? നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. അപ്പോൾ എല്ലാ ആളുകളെയും നമുക്കിവിടെ തന്നിട്ടുണ്ട് 90, 70, 50. അപ്പോൾ നേരെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാമല്ലോ. ലെങ്ത് ഈസ് ഈക്വൽ ടു 90 സെൻറ്റിമീറ്റർ അല്ലേ, യൂണിറ്റ് വളരെ പ്രധാനമാണ്. 90 സെൻറ്റിമീറ്റർ. ആൻഡ് ബ്രെഡ്ത്ത്, വിഡ്ത്ത് എന്ന് പറഞ്ഞാലും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും എന്താണ്? വീതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എത്രയാണ്? 70 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അതായത് എല്ലാ ആളുകളെയും നമുക്ക് തന്നിട്ടുണ്ട് 90 ഇൻറ്റു 70 ഇൻറ്റു 50. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ നമ്പർ ആയിരിക്കും. 315,000 സെൻറ്റിമീറ്റർ ക്യൂബ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, സെൻറ്റിമീറ്റർ ക്യൂബ് ഇടണം. അപ്പോൾ 3,15,000 രൂപയല്ല സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് എന്ത് വരുന്നത്? വോളിയം അഥവാ വ്യാപ്തം വരുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ കുറേ പേർക്ക് ശരിയായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് ദി ടാങ്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് എത്രത്തോളം വെള്ളം ഈ ഒരു ആളെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്തിനാണ്? സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. ലിറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞാൽ, ഓക്കെ, ലിറ്ററിൽ കണ്ടുപിടിക്കേണ്ടതായാൽ ഇവൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. നമ്മളോട് ചോദിച്ചിട്ടില്ല, എന്നാലും വെറുതെ മിസ് ഒന്ന് എഴുതിയേക്കാം. ഇനിയിപ്പോൾ ദാ 315,000 ഇവനെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. 1 2 3 1 2 3 എത്ര വരും? 315 ലിറ്റർ എന്ന് ഒരു മിസ് പറഞ്ഞു. വാട്ടർ, അതുപോലെ തന്നെ പാല്, പെട്രോള്, ഇങ്ങനെ ലിക്വിഡ് ഐറ്റംസ് എല്ലാം നമ്മൾ എന്തിനാണ് പറയുന്നത്? ലിറ്ററിലാണ് പറയുന്നത്. അപ്പോൾ ലിറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. നൗ ടാങ്ക് ഹോൾഡ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ ഈസ് ദി വാട്ടർ ടാങ്ക്? ഇത്രേ ഉള്ളൂ. ഈ ഒരു വാട്ടർ ടാങ്കിൽ 189 ലിറ്റേഴ്സ് വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്കിൻ്റെ ഹൈറ്റ് എത്ര, ഉയരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ ഇവിടെ നോക്കിക്കേ, എല്ലാ ആളുകളെയും സെൻറ്റിമീറ്ററിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ആൾ ഇതാ നോക്കിക്കേ, ലിറ്ററിലാണ്. ആ ലിറ്റർ എന്നുള്ളത് എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. ഇവിടെ ലിറ്ററിൽ തന്നിരിക്കുന്നത് വോളിയം, വ്യാപ്തമല്ലേ. അപ്പോൾ ഈ വ്യാപ്തം ലിറ്ററിൽ നിന്നും സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. കാരണം ബാക്കി എല്ലാ അളവുകളും നമുക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നു. 189 ലിറ്റർ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 189 ഇൻറ്റു 1000 ചെയ്യണം. ദാറ്റ് ഈസ് 189,000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇതെന്താ കിട്ടിയിരിക്കുന്നത്? ഇവൻ്റെ വോളിയം അഥവാ വ്യാപ്തമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വ്യാപ്തം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇത്രത്തോളം വെള്ളമാണ് ഇവിടെ കൊള്ളുന്നത്. ആൻഡ് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും, ഈ ടാങ്കിൻ്റെ ലെങ്ത്തും നീളം വീതിക്കും എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അവർ രണ്ടുപേരും സെയിം. നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെയാണ് അല്ലേ. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് 90, ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളിതായി എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രെഡ്ത്ത്, വീതി എന്ന് പറയുന്നതും 70. നീളവും വീതിക്കും
മാറ്റമൊന്നുമില്ല. പക്ഷേ എത്രത്തോളം ഉയരത്തിലാണ് വെള്ളം ഇതിൽ കൊള്ളുന്നത് അല്ലേ? ഇവന്റെ ടോട്ടൽ അതിൻ്റെ ടാങ്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ്. പക്ഷേ വെള്ളം ഇത്രയേ ലിറ്റർ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടാങ്കിൽ ഇവന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. പക്ഷേ 50 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 315 ലിറ്റർ വെള്ളം അതിൽ കൊള്ളും. ഇവിടെ എത്ര ലിറ്ററേ ഉള്ളൂ? 189 ലിറ്റർ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ്, ഈ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ കണ്ടുപിടിക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഹൈറ്റ് അഥവാ ഉയരം കണ്ടുപിടിക്കാൻ നമ്മൾ സ്ഥിരം ഇക്വേഷനിൽ തന്നെ അല്ലേ, L/B/H തന്നെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയം നമ്മൾക്കറിയാലോ എത്രയാണ്? 189,000 ഇസ് ഈക്വൽ ടു ലെങ്ത് നമ്മൾക്കറിയാം 90 ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയാം 70 ഇൻറ്റു ഹൈറ്റ് നമുക്ക് അറിയില്ല. H എന്ന് തന്നെ ഇട്ടു. സെറ്റ് അല്ലേ? ഇവിടെ നോക്കാം. നമുക്ക് ഹൈറ്റ്, ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഉയരം കണ്ടുപിടിക്കേണ്ട ആളെ അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കി 2 പേരെയും ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊടുക്കണം. ഓക്കെ ആണോ? ഈക്വൽ ടുവിന് ഇപ്പുറം ആരുണ്ട്? 189,000. ഇയാൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി 90 ഇൻറ്റു 70 ഇൻറ്റു H. അവിടെ ഇൻറ്റു ആണ്, ഗുണനമാണ്. ഗുണനം ഈക്വൽ ടുവിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? ഹരണമാകും. പഠിച്ചിട്ടുണ്ട്. 90 ഇൻറ്റു 70 ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊടുത്തപ്പോൾ അവരെല്ലാവരും എന്തായിപ്പോയി? മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഡിവിഷനായി. ഇസ് ഈക്വൽ ടു H. ഇനി അവിടെ 90ഉം 70ഉം പോയാൽ H മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഇവിടെ 0 കട്ടായി, 0 കട്ടായി. ആൻഡ് ഇവരെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത് വരുന്നത് 30 സെൻറ്റിമീറ്റർ. കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് മിസ് അതിലേക്കൊന്നും പോകുന്നില്ല. എത്രയാണ് വരുന്നത്? 30 സെൻറ്റിമീറ്റർ ആണ് ഇവൻ്റെ ഉയരം വരുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കാം, 50 സെൻറ്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിന് 50 സെൻറ്റിമീറ്റർ ഉയരമുള്ളപ്പോൾ 315 ലിറ്റർ വെള്ളം കൊള്ളും. 30 സെൻറ്റിമീറ്റർ ഉള്ളപ്പോൾ അതിൽ എത്രത്തോളം വെള്ളമാണ് കൊള്ളുന്നത്? 189 ലിറ്റേഴ്സ് വെള്ളമാണ് കൊള്ളുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആയിരുന്നു. കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഇവൻ്റെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നോക്കാം. ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇവിടെ 4 ABCD എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ആരാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ ദി വോളിയം ഓഫ് ദി ടാങ്ക് ഇഫ് L, B, H, നീളം, വീതി, ഉയരം, ഇവർ 3 പേരും ഇരട്ടിയായാൽ വോളിയം അഥവാ വ്യാപ്തത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. L-ഉം B-യും H-ഉം നീളം, വീതി, ഉയരം ഇരട്ടിയാവുന്നു എന്ന് പറയാൻ നമുക്കൊന്ന് നോക്കിയേക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അറിയാം നമുക്ക്, കുറച്ചുകൂടി മേലെ എഴുതാം. ഓക്കെ, വോളിയം വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവർ ഇരട്ടിയായി എന്ന് പറയുമ്പോൾ 2L അല്ലേ, ഇരട്ടിയായി, ഇൻറ്റു 2B ഇൻറ്റു 2H. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്രയാണ്? 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8. അപ്പോൾ 8 ഇൻറ്റു L ഇൻറ്റു B ഇൻറ്റു H എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാവും? 8 മടങ്ങ് അല്ലേ? 8 ടൈംസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വോളിയം എന്ന് പറയുന്നത് എല്ലും ബിയും എച്ചും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇരട്ടിയായാൽ വ്യാപ്തം എന്ന് പറയുന്നത് 8 ഇരട്ടിയാവും അല്ലേ? 8 മടങ്ങാകും. 8 ടൈംസ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മിസ് പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര പേർക്ക് കറക്റ്റായിട്ട് വന്നു എന്നൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? നമുക്ക് ഒത്തിരി ഒരു 6 ക്വസ്റ്റ്യൻസോളം ചെയ്യാനുണ്ട്, അതുകൊണ്ട് മിസ് കുറച്ചൊന്ന് സ്പീഡായിട്ട് പോകുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ പറയുന്നത് ബൈ വിച്ച് നമ്പർ ഷുഡ് ദി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡഡ് ടു ഗെറ്റ് ലോവസ്റ്റ് ടേം ഓഫ് 12/15 എന്ന് പറഞ്ഞാൽ 12/15 ഏത് നമ്പർ കൊണ്ട്, രണ്ടുപേരെയും ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ചെറിയ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. സിമ്പിളാണ്. നമ്മൾ സാധാരണ ലോവസ്റ്റ് ഫോം കാണാറില്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സെയിം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 12/15. ഓക്കെ, 12/15 നമ്മൾ സാധാരണ ഇൻറ്റു ചെയ്യുന്നത് പോലെ തന്നെ എഴുതണമെങ്കിൽ എഴുതാം. ഇതാ നോക്കിക്കേ, 12 / 3
12 ഡിവൈഡ് 5 ഡിവൈഡ് 3 12 ഡിവൈഡ് 3 15 ഡിവൈഡ് 3. ഇവിടെ 3 എടുക്കാൻ കാരണം 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ആര് കോമൺ ആയിട്ടുണ്ട്? 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 3 കൊണ്ട് അവർ ഡിവൈഡ് ചെയ്താൽ 12/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 എന്ന് വരും. 15/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത് 4/5 ആണ്. ഓക്കെ ആണല്ലോ? ചോദിച്ചിരിക്കുന്ന ചോദ്യം വിച്ച് നമ്പർ, ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു? ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 3 കൊണ്ട്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്ര വരും? 3 വരും. സെറ്റാണോ? ചില കുട്ടികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. 12/15, 12നെ 4 × 3 എന്ന് എഴുതാം, 15നെ 5 × 3 എഴുതാം. ഇവിടെ 3 കട്ട് ചെയ്തു, അപ്പോഴും നമുക്ക് എന്ത് തന്നെ വന്നു? ആൻസർ 4/5 എന്ന് തന്നെ ആൻസർ വന്നു. ഇവിടെ ഇൻറ്റു ചെയ്ത് വന്നപ്പോഴാണ് വലിയ ഫോം കിട്ടിയത്. ചെറിയ ഫോമിലേക്ക് വരാൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 3 തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ 3 എന്നാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. അടുത്തതും ഒന്ന് ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കിക്കേ, 16 കേക്ക് 6 പേർക്ക് ഭാഗിച്ചു കൊടുത്തു. അതായത് 16/6. അത് എന്തിനോട് ഈക്വൽ ആണ്? അത് എന്തിനോടോ സെയിം ആണെന്ന് പറയുന്നുണ്ട്. 8 കേക്ക് വേറെ എത്രയോ പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് നമുക്ക് അറിയില്ല കേട്ടോ. 8 കേക്ക് എത്രയോ പേർക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനോട് തുല്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 16 കേക്ക് 6 പേർക്ക് തുല്യമായി ഭാഗിച്ചു കൊടുത്തത് എന്തിനോട് തുല്യമാണ്? 8 കേക്ക് എത്രയോ പേർക്ക് ഭാഗിച്ചു കൊടുത്തു. അത് എത്ര പേർക്കാണെന്ന് അറിയില്ല, അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഭയങ്കര സിമ്പിൾ അല്ലേ? അവർ രണ്ടുപേരും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. 16നെ ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോഴല്ലേ 8 കിട്ടുക. 16ന്റെ പകുതിയല്ലേ 8. അപ്പോൾ മേളിൽ എന്ത് ചെയ്താലും താഴെയും അത് തന്നെ ചെയ്യണ്ടേ? 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി എത്രയാണ്? 3. അതായത് 8 കേക്ക് 3 പേർക്കാണ് ഭാഗിച്ചു കൊടുത്തത്. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. മീൻസ് ഒന്നുകൂടി പറയാം, ഇത്രേ ഉള്ളൂ. 16 കേക്ക് 6 പേർക്ക് ഭാഗിച്ചു, അപ്പോൾ 16/6 എന്ന് കിട്ടി. അത് ഈക്വൽ ടു എന്തിനോട് തുല്യമാണ്? 8 കേക്ക് എത്രയോ പേർക്ക്, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് അറിയില്ല, എത്രയോ പേർക്ക് ഭാഗിച്ചു കൊടുത്തതിനോട് തുല്യമാണ്. 16 എന്നുള്ളത് 8നോട് അല്ലെ, 8/somethingനോട് തുല്യമാണ് അല്ലേ? 16 8 ആവാനായിട്ട് 16ന്റെ പകുതിയല്ലേ 8. ഓക്കെ, അതുപോലെ തന്നെ താഴെയും എത്ര തന്നെയായിരിക്കും? 6ന്റെ പകുതി തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. 6ന്റെ പകുതി എത്രയാണ്? 3. സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി തന്നെ എഴുതി എന്ന് കരുതുന്നു. സെറ്റാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടെ പറയാനായിട്ട്. നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ സി പറയുന്നത് 42 മീറ്റർ ഓഫ് ക്ലോത്ത്. ഓക്കെ, 42 മീറ്റർ ക്ലോത്ത്, ഒരു ഷർട്ടിൻ്റെ യൂണിഫോം 24 സ്റ്റുഡൻസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 24 സ്റ്റുഡൻസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും എത്ര വെച്ചായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, എത്ര മീറ്റർ വെച്ചിട്ട് കിട്ടിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ അല്ലേ? 42 മീറ്റർ ഉണ്ടായിരുന്നു, 24 പേർക്ക് ഭാഗിച്ചു കൊടുത്തു. സിമ്പിൾ. ഓക്കെ, ഇത് നമുക്കിനി വെട്ടിച്ചെറുതാക്കാൻ പറ്റുമല്ലോ. ഈ 42ഉം 24ഉം 6ന്റെ ഗുണനമാണല്ലേ. 6 × 7 ആണ് 42, 6 × 4 ആണ് ആര്? 24. മേളിലും താഴെയും 6 ഉണ്ട്, ഞാൻ വെട്ടിച്ചെറുതാക്കി. അപ്പോൾ 7/4 എന്ന് വരുന്നു. ഓക്കെ, 7/4 നമ്മൾ പറയാറില്ല അല്ലേ ക്ലോത്തിൻ്റെ കണക്കെല്ലാം. അപ്പോൾ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 4 4 എന്താ 3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം 1/3/4 മീറ്റർ, അതായത് 1.25 മീറ്റർ ആണ് ഒരു കുട്ടിക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതി അവസാനിപ്പിക്കണം കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വോളിയം, വെള്ളത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ലിറ്ററിലേക്ക് മാറ്റില്ലേ, അതുപോലെ തന്നെ ക്ലോത്ത് ആണ് അല്ലേ. ഇത്ര മീറ്റർ അല്ലേ, 1.25 മീറ്റർ, 2 മീറ്റർ അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെ അവനെ മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് എഴുതണം. സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി സബ് ക്വസ്റ്റ്യൻ നോക്കാം. സബ് ക്വസ്റ്റ്യൻ ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഇതുപോലെ ഓപ്ഷൻസിലായിരിക്കും വരിക കേട്ടോ. ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇതിലേതാണ് കറക്റ്റ് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 2/3 എന്ന് പറയുന്നത് 24/36 ലോവസ്റ്റ് ചെറിയ ഫോം ആണെന്നാണ് പറയുന്നത്, ചെറിയ രൂപമാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. 24/36 ഇത് 2 പേരും 2ന്റെ ഗുണനമാണ് അല്ലേ. അപ്പോൾ 2ന്റെ ഗുണനം വെച്ച് നമുക്കിങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം. മിസ് നേരെ ഒരാളെ അങ്ങ് ഗുണിക്കാൻ പോവാണ്. ഇവർ 2 പേരും 12ന്റെ ഗുണനമാണ്. നിങ്ങൾക്ക് 2 വെച്ച് ചെയ്തു വരണമെങ്കിൽ വരാട്ടോ, ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ 2ന്റെ ഗുണനം 3ന്റെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു, 12 × 2 ആണ് 24.
അതുപോലെ തന്നെ 12 × 3 ആണ് 36. ഇത് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് 2 വെച്ച് ചെറിയ ചെറിയ ഫോമിലോട്ട് കൊണ്ടുവരാട്ടോ. നോ പ്രോബ്ലം. 3ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, 2ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ആ മേളും താഴെയും 12 കട്ട് ചെയ്ത് പോയി. ഈ ഉത്തരം 2/3. അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 24/36ന്റെ ചെറിയ രൂപം 2/3 ആണ്. അതെ, നമുക്ക് കറക്റ്റായിട്ട് 2/3 കിട്ടി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു പ്രസ്താവന കറക്റ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാനായുള്ള കാരണമാണോ ഈ തന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് ഇവരുടെ കാരണം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇവൻ്റെ കാരണം ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 24/36 ഈസ് 12. ഓക്കെ, when the numerator and denominator divided by 12 result is എത്രയാണ്? 2/3. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. 24/36 മേലെയും താഴെയും ഛേദവും അംശവും 2 പേരെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചു കഴിഞ്ഞാൽ 2/3 കിട്ടും എന്നാണ് പറയുന്നത്. അതെ, കിട്ടും. നമ്മളിവിടെ ഓൾറെഡി 12 വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയ രൂപം കിട്ടിയത്. നേരെ തിരിച്ചും പറയാം അല്ലേ? 24നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്താലും ഈ ഒരു 2/3 തന്നെ നമ്മൾക്ക് ഉത്തരം വരുന്നുണ്ട്. സോ ഇവൻ്റെ കറക്റ്റ് കാര്യമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, അവൻ്റെ കാരണമായി പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. ആൻഡ് ഫസ്റ്റ് ആളുടെ കറക്റ്റ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്? എല്ലാവരും ശ്രദ്ധിച്ച്, 2 പേരും ശരിയാണല്ലേ? ഇതാ നോക്കിക്കേ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ റൈറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്യേണ്ടത് അല്ലേ? 2 ആളുകളും ശരിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ കാണുമ്പോൾ ഇത്ര ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആ ബി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. 1/3ൻ്റെയും 1/5ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതാ നോക്കിക്കേ, 1/3 ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യണം? ഈ 5നെ കൊണ്ട് ഇവിടെ അങ്ങ് ഇൻറ്റു ചെയ്യണം, ഈ 3 കൊണ്ട് ഇവരെ 2 പേരെയും ഇൻറ്റു ചെയ്യണം അല്ലേ? ഡിനോമിനേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമുക്ക് നോക്കിയേക്കാം. ഒന്നുകൂടി ഒന്ന് വൃത്തിക്കൊന്ന് എഴുതാം, കാണാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ഞാൻ നോക്കിയേടാ, 1/3 5 1/5 1/3 1/5 ഇവരുടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഈ 5 കൊണ്ട് ഈ 2 പേരെയും ഇൻറ്റു ചെയ്യണം, ഈ 3 കൊണ്ട് ഈ 2 പേരെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ അതാ നോക്കിക്കേ, 1 × 5 5, 5 × 5 എത്ര? 3 × 5 15, 5/15 എന്ന് വന്നു. ഇവനെയും നമുക്ക് നോക്കാം. 1 × 3 3, 5 × 3 15. ഇപ്പം നോക്കിക്കേ, 2 പേരുടെയും ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? 15 15. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ ലൈവിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? കുഴപ്പമില്ലല്ലോ, ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 21/27 2/3ൻ്റെ ഡിഫറെൻറ്റ് ഫോം അല്ലെങ്കിൽ പല രൂപങ്ങളുണ്ടല്ലോ ഇവനെ അല്ലേ? നമുക്ക് ഒരേ നമ്പർ വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പല 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 ഫോംസ്, പല രൂപങ്ങൾ നമുക്ക് കിട്ടും. 21/7 2/3ൻ്റെ ഫോം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ 21 കിട്ടണം. 3നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 27 കിട്ടണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണന പട്ടികയിലുള്ളതാണോ 21? ആണോ? 2നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 21 കിട്ടോ? ഇല്ല. 2ൻ്റെ ഗുണനങ്ങളെല്ലാം ഇരട്ട സംഖ്യ ആയിരിക്കും അല്ലേ? ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. 21 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണനത്തിൽ വരില്ല. അതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല. ഇവനെ നമ്മുടെ ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, വൈ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. 21 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2. 21 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണനമാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവനെയും വെറുതെ നമുക്കൊന്ന് ജസ്റ്റ് ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? യെസ്, സിമ്പിളാണ്, നോക്കാം. 3 divided into 4 equal parts.
3 4 ഭാഗിച്ചു, അതായത് 3/4. സെറ്റല്ലേ? അപ്പോൾ പി വരുന്നത് ഇവിടെയാണേ. നെക്സ്റ്റ് അടുത്തത് 4 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഓക്കെ, 4 എന്ന് പറയുന്നത് 3 ഭാഗിച്ചു, അതായത് 4/3. ക്യൂ വരുന്നത് ഇവിടെയാണ്. 1 2, സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ആൾ ഏതായിരിക്കും? 2 of 1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഓക്കെ, 2 of 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പറയുന്നത്. 2 of 1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്, അതായത് 2/3. മൂന്നാമത്തെ ഓപ്ഷനായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്തെഴുതേണ്ട ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് എക്സ് ക്യൂ ആണ്, വൈ ആർ ആണ്, ഇസഡ് പി ആണ്. ഓക്കെ, ക്യൂ എക്സ് പി ഇസഡ് ആർ വൈ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. അപ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ വരുമെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അശ്വതി മിസ്സിൻ്റെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഓക്കെ, എനിവേ ഇതുപോലുള്ള ഓപ്ഷൻസിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് സാധാരണ വെറുതെ മാച്ച് ചെയ്ത് എഴുതിയാലൊന്നും ഉത്തരം ശരിയായിട്ട് ആൻസർ വരണമെന്നില്ല. ഈ ഓപ്ഷൻസ് എടുത്ത് എഴുതിയാലേ എന്ത് കിട്ടത്തുള്ളൂ? മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളിപ്പോൾ കറക്റ്റായി തന്നെ മാർക്കെല്ലാം ചെയ്തിട്ടുണ്ടാവും അല്ലേ, അടയാളപ്പെടുത്തിയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്ഷനിലാണ് നമ്മുടെ മാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റായി തന്നെ ഓപ്ഷൻ എടുത്ത് എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ഉത്തരങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് കാണുന്ന സമയത്ത് അയ്യോ മിസ്സേ ഞാനത് എടുത്ത് എഴുതാൻ വിട്ടുപോയി, മാച്ച് ചെയ്താണ് വെച്ചത് എന്ന് ടെൻഷൻ ആവുമൊന്നും വേണ്ട. നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ ഈ ഒരു പാറ്റേൺസ് എല്ലാം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ്. കുഴപ്പമില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ പറയുമ്പോൾ അയ്യോ തെറ്റിപ്പോയി എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ തെറ്റിയ കാര്യങ്ങളൊന്നുകൂടി നന്നായിട്ട് പഠിച്ചാലേ അല്ലേ, അത് തിരുത്തിയാലേ അടുത്ത എക്സാം ഇതിൽ നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാത്രമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അശ്വതി മിസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്സിൻ്റെ ചാപ്റ്റേഴ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സാർ സമയം എത്ര നേരമായി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്? പറഞ്ഞോളൂ, എത്രയാണ്? എത്രയാ? അല്ലല്ല, ടൈം അല്ല, നമ്മുടെ ടൈം വീഡിയോൻ്റെ 22 മിനിറ്റ്. ഓക്കെ, ഞാൻ പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ചേക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. ഇവന് നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് നോക്കിയേക്കാം. ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 96 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ചതുരത്തിൻ്റെ പരപ്പളവ്, അതായത് ഏരിയ പരപ്പളവ് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നതും എന്താണ്? 96 തന്നെയാണ്. വ്യാപ്തം ആൻഡ് പരപ്പളവ് രണ്ട് പേരും നമുക്ക് തന്നിട്ടുണ്ട്. 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് 96 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത്, രണ്ടുപേരുടെയും എല്ലും ബിയും, ലെങ്ത്തും ബ്രെഡ്ത്തും, നീളവും വീതിയും സെയിം ആണ്. അപ്പോൾ രണ്ടുപേരുടെയും നീളവും വീതിയും എല്ലാം സെയിം ആണെന്നാണ് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ നീളം വീതി എല്ലാം സെയിം ആണ്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി നമ്മളോട് പറയുന്നത് ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബോട്ട്സ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ബോട്ട്സ്, ബോട്ട്സിൻ്റെ ഹൈറ്റ്, ഉയരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. അതാണ് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അവൻ്റെ വ്യാപ്തം അഥവാ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അവനെയും തന്നിട്ടുണ്ട് 96 ആണെന്ന്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 ആണ്. അതുപോലെ തന്നെ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാലും 96 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? 96 ആണ്. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 96 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേരും എന്താണ്? ഈക്വലായിട്ട് വന്നു. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഏരിയയും വോളിയമായ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് രണ്ടുപേരും 96 തന്നെ ആയതുകൊണ്ട് രണ്ടുപേരും ഞാൻ എന്ത് ചെയ്തു? ഈക്വൽ ആണെന്ന് എഴുതി. സെറ്റ് അല്ലേ? ഇനി എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആൻഡ് എല്ലും ബിയും ഇത് രണ്ടുപേരും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? ഇതാ നമുക്ക് നോക്കിയേക്കാം. എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് 96 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ഇവിടുത്തെ എല്ലും ബിയും സെയിം ആണെന്നല്ലേ പറഞ്ഞത്? അവനെ ഞാൻ 96 കൊടുക്കണതിന് കുഴപ്പമുണ്ടോ? രണ്ടുപേരും സെയിം ആണ്, തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു ഇൻറ്റു
എച്ച് എന്ന് വന്നു. ഇതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാലോ. ഇവിടെ ഒരു 96 ഓൾറെഡി ഉണ്ടായിരുന്നു. ഇൻറ്റു 96 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുത്തപ്പോൾ ഡിവൈഡഡ് ബൈ 96 ഇസ് ഈക്വൽ ടു ഈ 96 പോയാൽ ഇവിടെ ഇനി എച്ച് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. 96/96 എത്രയാണ്? എല്ലാവർക്കും അറിയാം അല്ലേ, എത്രയാണ്? 1 എന്ന് വരും. ഓക്കെ ആണോ? 96/96 1 എന്ന് വരും. 1 ഈസ് ഈക്വൽ ടു എച്ച്. അതായത് നമ്മുടെ ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ, സെറ്റാണല്ലോ. ഒന്നതായി ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. എത്രയാണ്? ഓക്കെ, 2,50,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, ഒരു പൂളിൽ 2,50,000 എന്താണ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, വെള്ളമുണ്ട്. 2 മീറ്റർ ആഴമുണ്ട്. ആഴം എന്ന് പറയുന്നത് നമ്മുടെ ഉയരത്തിനോട് തുല്യമാണ്. ഉയരം തന്നെയാണ് ആഴം എന്ന് പറയുന്നത്. 10 മീറ്റർ വീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാ ആളുകളെയും തന്നിട്ടുണ്ട്, പക്ഷേ ലെങ്ത്ത് എല്ല് മാത്രം തന്നിട്ടില്ല. എല്ല് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ? നമുക്ക് വെള്ളം വ്യാപ്തം തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. ബാക്കി ഹൈറ്റും അതുപോലെ തന്നെ വീതിയും തന്നിരിക്കുന്നത് മീറ്ററിലാണ്. ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത് മീറ്ററിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ലിറ്റർ എന്നുള്ളത് എന്തിലേക്ക് മാറ്റണം? മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. വോളിയം ആയതുകൊണ്ടാണ് മിസ് ക്യൂബ് കൂടി ഒന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ മീറ്റർ ക്യൂബിലേക്ക് നമുക്ക് ഇവനെ മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. വോളിയം എന്ന് പറയുന്നത് വ്യാപ്തം 2,50,000 ലിറ്ററാണ്. ഇവനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റാനായിട്ട് 2,50,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1000 ചെയ്യണം. 0,0,0,0,0 പോയാൽ 250 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇപ്പോൾ വോളിയം കിട്ടി. വോളിയം ഇസ് ഈക്വൽ ടു 250 മീറ്റർ ക്യൂബാണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇഫ് ദി പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഹൈറ്റ് 2 മീറ്റർ ആണ്. ഇതിൻ്റെ പകുതിയാണ് വെള്ളം ഉള്ളത് എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ ആണ് അവൻ്റെ ഹൈറ്റ്. 2ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ ഉയരം എന്ന് പറയുന്നത് ഈ 2ൻ്റെ പകുതിയായ 1 മീറ്റർ എടുക്കണം. ക്ലിയർ ആയോ? അവിടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോയത്. ഹാഫ് ഫുൾ ഓഫ് വാട്ടർ അല്ലേ, ആ ഒരു പൂളിൻ്റെ പകുതിയോളം വെള്ളമുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പകുതി വെള്ളമുള്ളൂ. അപ്പോൾ 2 മീറ്റർ ഉയരമുണ്ടായിരുന്നു. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ് ഉയരം എടുക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. 2ൻ്റെ പകുതി അതായത് 1 മീറ്റർ ആണ് ഹൈറ്റായിട്ട് ഉയരമായിട്ട് നമ്മൾക്ക് എടുക്കേണ്ടത്. ഓരോ സെൻറ്റൻസും വായിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റാനായുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, വീതി എന്ന് പറയുന്നത് 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 10 അല്ലേ, 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത്ത് കണ്ടുപിടിക്കണം, നീളം കണ്ടുപിടിക്കണം. സാധാരണ ഇക്വേഷൻ വോളിയം ഇസ് ഈക്വൽ ടു L ഇൻറ്റു B ഇൻറ്റു H. വോളിയം എന്ന് പറയുന്നത് 250 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ലെങ്ത്ത് നമ്മൾക്ക് അറിയില്ല, മിസ് L എന്ന് തന്നെ ഇട്ടു. ബ്രെഡ്ത്ത് നമുക്കറിയാം എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് നമ്മൾക്കറിയാം എത്രയാണ്? 1. ദാറ്റ് ഈസ് 250 ഈസ് ഈക്വൽ ടു L ഇൻറ്റു 10 ഇൻറ്റു 1 10 തന്നെയാണ്. ഇവിടെ നിന്ന് L കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട ആളെ ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ നിർത്തുക. ഈ ഇൻറ്റു 10 നമുക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പോൾ 250 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇൻറ്റു 10 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 10. 10 പോയാൽ ഇനി അവിടെ L മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. നമുക്ക് വേണ്ട ആൾ മാത്രമേ ഉള്ളൂ. ഇവിടെയും 0 കട്ട് ചെയ്തു. എത്ര വന്നു? 25 മീറ്റേഴ്സ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ ലെങ്ത്ത് വരുന്നത്, നീളം വരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തായിരുന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, കുറച്ച് പേര് ഇപ്പം നെഞ്ചത്ത് കൈ വെച്ചിരിക്കും. അയ്യോ മിസ്സേ എനിക്കത് കിട്ടിയോ? കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ, കിട്ടിയോ ഇല്ലയോ എന്ന്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നമുക്കിപ്പോൾ ആൻസർ തെറ്റിപ്പോയാലും മിസ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. മാത്സ് ആണ്, എക്സാംസ് ആണ്, തെറ്റും ശരി എല്ലാം വരാനായുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറഞ്ഞെന്ന് ഓർത്ത് വിഷമിച്ചൊന്നും ഇരിക്കരുത്. മിസ് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട, കുറച്ചൊരു ടഫ്നെസ് തോന്നിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇനിയും നന്നായിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കിലോട്ടൊക്കെ എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക്
ലാസ്റ്റ് സബ് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, സം വാട്ടർ ഫ്രം ദിസ് പോണ്ട് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഓക്കെ, ഈ പോണ്ടിൽ ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെള്ളം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ഉയരത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ ഇതിലേതാണ്, അല്ലെങ്കിൽ ഇതിലേതാണ് ശരിയായിട്ടുള്ള ആളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം 40 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ഓക്കെ, 40 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളമുള്ളത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ. നീളം വീതി എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല, അവരെല്ലാവരും സെയിം തന്നെയാണ് അല്ലേ. നീളത്തിനും വീതിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഹൈറ്റ് മാത്രം, ഉയരം മാത്രം 40 ആയിട്ടുണ്ടെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 10 മീറ്റർ. പക്ഷേ ഇവിടെയും എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നോ? ഉയരം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അല്ലേ, സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ്ത്ത് മീറ്ററിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ മിസ് പറഞ്ഞു ഇൻറ്റു 100 ഇൻറ്റു 100 ചെയ്യണം. 10 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1000 സെൻറ്റിമീറ്റർ ആയി. ഓക്കെ, ഇൻറ്റു 100 ചെയ്തു. ഇനി ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് 25 മീറ്റർ ആണ്. ഈ മീറ്ററിനെയും നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 25 ഇൻറ്റു 100 2500 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എല്ലും ബിയും എച്ചും കിട്ടിയാൽ ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ദാറ്റ് ഈസ് L എന്ന് പറയുന്നത് എത്രയാണ്? 2500 ഇൻറ്റു 10,000 ഇൻറ്റു 40. പക്ഷേ അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഉണ്ടോ? ഇല്ല. അതിനെല്ലാവരെയും താഴെ ഡിവൈഡഡ് ബൈ 1000 എന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ സെൻറ്റിമീറ്റേഴ്സിന് എല്ലാവരെയും നമ്മൾ എന്തിലേക്ക് മാറ്റുന്നുണ്ട്? ലിറ്ററിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത്രയും ലിറ്റേഴ്സ്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണോ? ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത്? ഈ ഒരു ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കോമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ മാത്രം നിങ്ങൾക്ക് വിട്ടു തരുന്നു. നിങ്ങളതൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ആൻസർ പറയുന്നവർക്ക് നല്ല മാർക്ക് കിട്ടട്ടെ അല്ലേ സാറേ? ഇനിയുള്ള എക്സാംസിനെല്ലാം നല്ല മാർക്ക് കിട്ടട്ടെ കമൻ്റ് ആയിട്ട് അറിയിക്കുന്നവർക്ക് എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 1 ഫ്രാക്ഷൻ മെനി ഫോംസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠം, അതുപോലെ തന്നെ വോളിയംസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്റേഴ്സിലെയാണ്. അത് അശ്വതി മിസ് ഇപ്പോൾ തന്നെ വന്നിട്ട് അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ മിസ്സിൻ്റെ ടൈം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി അശ്വതി മിസ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യാം സാർ അല്ലേ സാറേ? ഓക്കെ, അപ്പോൾ ഞാൻ മാറിക്കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന അശ്വതി മിസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ബൈ മക്കളെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ 6ാം ക്ലാസ്സിൻ്റെ എക്സാം? കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വന്നിരുന്നത് അല്ലേ. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട, നമ്മളുടെ ഫസ്റ്റ് ടേം എക്സാം ആയിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള എക്സാംസിന് നമുക്ക് ഏകദേശം പാറ്റേൺ ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ 1ഉം 4ഉം ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. നമ്മളുടെ ഈ സർക്കിൾ ഒരു വൃത്തത്തിന്റെ അകത്ത് ഒരു കുഞ്ഞു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ് അല്ലേ. ആ കുഞ്ഞു ട്രയാങ്കിളിലുള്ള ഒരു മെഷർമെന്റ് തന്നിട്ടുണ്ടല്ലോ, 40 ഡിഗ്രി മെഷർമെന്റ് തന്നിട്ടുണ്ട്. ആൻഡ് റേഡിയസ് എത്രയാടാ? 4 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയും 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇവിടെ വരെയും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങളും 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. വൺ ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ 40 ഡിഗ്രി ആണ് എന്നും പറയുന്നുണ്ട് അല്ലേ. ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡഡ്? സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ എന്നാണ് ചോദ്യം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യൂടാ? മൊത്തം 360 ആണ്, അതിനകത്ത് 40 ഡിഗ്രിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് 40/360 അല്ലെങ്കിൽ 4/36 എന്ന് എഴുതാം. വീണ്ടും അതിനെ ചെറുതാക്കും, നമുക്ക് 1/9 എന്നും ചെയ്താം. ഈ 3 എണ്ണം എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. സോ 40/360 അല്ലെങ്കിൽ 4/36 1/9 ഏത് എഴുതിയാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇത് രണ്ടാമത്തെ നോക്കിയടാ, മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. എന്താണ് പറയുന്നത്? ഇതിനകത്ത്
അടുത്ത 2 കോണുകൾ കൂടി എന്ത് ചെയ്യാനാണ്, അളന്നെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് അളന്ന് നോക്കാനാണോ പോകുന്നത്? അല്ല, 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് തന്നിരിക്കുന്നത് അല്ലേ, അത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക കേട്ടോ. 2 വശങ്ങൾ തുല്യമായ ട്രയാങ്കിളിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഇറ്റ്സ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഒരു സമപാർശ്വ ത്രികോണമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ 2 കോണുകളും തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി 40 ഡിഗ്രി അല്ലേ തന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ മൊത്തം സം ഓഫ് ദി ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്നും നമ്മളുടെ 40 കുറച്ചിട്ട് അതിനെ 2 കോണുകൾക്കായിട്ട് തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 140/2 വിച്ച് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് നമുക്ക് നമ്മളുടെ കയ്യിലേക്ക് കിട്ടും. ഇനി അടുത്ത് നോക്കി, ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇതുപോലെ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാം എന്നാണ് ചോദ്യം. എന്താണ്, ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇതുപോലെ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാം? കാരണം മൊത്തം 360 അല്ലേടാ, ഒരെണ്ണത്തിന്റെ അളവ് 40 ഡിഗ്രിയാണ്. അതായത് എന്ത് ചെയ്താൽ മതി, മൊത്തം 360നെ 40 ഡിഗ്രി ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടുമെന്ന് അറിയാൻ പറ്റും അല്ലേ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 9 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടുക. എത്ര നാടാ? 9 ത്രികോണങ്ങളാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ അല്ലേടാ, ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കിയാലോടാ, അടുത്ത ഒരു ഡി ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്തുണ്ട്. Which of the statements are correct about the triangle inside the circle? നമ്മളുടെ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള ട്രയാങ്കിളിനെ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വൺ ഓഫ് ദി ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? 90 ഡിഗ്രി. ഇത് ഇങ്ങനെ വരുന്ന പൊസിഷൻ ആണ് എന്ത്? റൈറ്റ് ആംഗിൾ. കോൺ എന്ന് പറയുന്നത് അത് 90 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോടാ? ഇല്ല, ഇവിടെ 90 ഡിഗ്രി കേസ് ഒന്നുമില്ല. സോ നമുക്ക് അതല്ല, അത് നമ്മുടെ ആൻസർ അല്ല. The two sides of the triangle are equal. അത് കറക്റ്റ് ആണല്ലേ, അത് നമുക്ക് കറക്റ്റ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. 2 വശങ്ങൾ, ആ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണ്, കറക്റ്റ് ആണ് അല്ലേ. ഇനി നോക്കിയടാ, മൂന്നാമത്തത് the three sides of the triangle are equal. അതാണോടാ? അല്ല, 3 വശങ്ങളും തുല്യമാണ് എന്ന് ഇവിടെ പറയുന്നില്ല. The three angles of the triangle are less than 90 degree. 90 ഡിഗ്രിയിലും താഴെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ, അത് കറക്റ്റ് ആണ്. നോക്കിക്കേടാ, ഇവിടെ 40 ഡിഗ്രി, ഇത് രണ്ടും നമുക്ക് എത്രയാണ് കിട്ടിയത്? 70 ഡിഗ്രി വെച്ചിട്ടല്ലേ ഇത് രണ്ടും കിട്ടിയത്. 3 കോണുകളും 90 ഡിഗ്രിയിലും താഴെയല്ലേ. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. നാലാമത്തെ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻ 2 and 4? ഏതാണോ? 2 and 4. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് നമ്മളുടെ ഫ്രാക്ഷൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. യെസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. 4 എയും ബിയും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 4ാമത്തേൽ നോക്കിക്കേടാ, ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടാകാം. ശ്രദ്ധിച്ചേടാ, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ നോക്കിയേടാ, അരയും കാലും കൂടി കൂട്ടിയപ്പോൾ 3/4 കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ 3/4ഉം 1/8 കൂടി കൂട്ടിയപ്പോൾ 7/8 കിട്ടിയിട്ടുണ്ട്. 7/8ഉം 1/16 കൂടി കൂട്ടിയപ്പോൾ 15/16 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 2 വരികൾ കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ്? അടുത്ത 2 വരികൾ കൂടി കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചേടാ, അരയിൽ നിന്ന് 3/4ലേക്ക് എത്താൻ എത്രേന്റെ വ്യത്യാസം ഉണ്ട്? അരയിൽ നിന്ന് 3/4 ആവാനായിട്ട് ഒരു 1/4ന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ. എത്രയാണ്? 1/4ന്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇനി 3/4ൽ നിന്നും 7/8ലേക്ക് എത്താൻ എത്രയാണ് വ്യത്യാസമുള്ളത് എന്ന് നോക്കണം. അതായത് 7/8ഉം 3/4ഉം തമ്മിൽ എത്രയുടെ വ്യത്യാസം ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് നോക്കിയാലോടാ. യെസ്, 7/8 മൈനസ് 3/4 എന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇവിടെ 8 ആക്കാൻ വേണ്ടി നമ്മൾ മുകളിലും താഴെയും എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 7/8 മൈനസ് 6/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 അല്ലേടാ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് 1/8ന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 4 എന്നുള്ളത് ഇവിടെ 8 ആയി മാറിയില്ലേ. അപ്പൊ അടുത്തത് വരേണ്ടത് എന്തായിരിക്കും? ഇവിടെ 1/4 ആയിരുന്നു, അത് 1/8 ആയി. ഇനി അടുത്തത് എത്രയായിരിക്കണം? 4ന്റെ ഇരട്ടി അല്ലേടെ 8. അപ്പൊ ഇനി അടുത്തത് വരേണ്ടത് എത്രയാണ്? 8ന്റെ ഇരട്ടിയാണ് നമുക്കിനി അടുത്തത് വരേണ്ടത്. ദാറ്റ് മീൻസ് 7/8നോട് കൂടി 1/16 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത പാറ്റേണിലെ ഫസ്റ്റ് നമ്പർ ഏതാണ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഏതാണെന്ന് നമുക്ക് കിട്ടും. പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇടുന്നുണ്ടോ? 7/8നോട് കൂടെ നമുക്ക് ഇനി എന്താണ് അടുത്ത സംഖ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ നമ്പർ കിട്ടുന്നു. ക്ലിയർ ആണോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ? യെസ്. അപ്പൊ 1/16 നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പൊ ഞാൻ മറ്റൊരു കളർ വെച്ചിട്ട് കൂട്ടാവേ. എന്നിട്ട് നമുക്ക് സെക്കൻഡിലേക്ക് പോവാം. ഫസ്റ്റത്തെ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡിലേക്ക് പോവാം. 7/8 പ്ലസ് 1/16. മക്കളെ നോക്കിയടാ, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല, പക്ഷെ സെയിം ആക്കാൻ സാധിക്കും. കാരണം 8ഉം 16ഉം 8ന്റെ മൾട്ടിപ്പിൾ അല്ലേടാ 16. അപ്പൊ 8നെ നമുക്ക് 16 ആക്കാൻ സാധിക്കുമല്ലോ. അത് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 മുകളിലും താഴെയും ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം. അപ്പൊ മുകളിൽ 14 പ്ലസ് 1/16 ആയി. അപ്പൊ ആൻസർ എത്രയാടാ? 15/16 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നേടാ? ആൻസർ കിട്ടുന്നത് 15/16 പ്ലസ്. ഇനി
അടുത്ത പാറ്റേണിൽ കിടക്കാം. ഇനി അടുത്തത് കൂട്ടേണ്ടത് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഒരു രീതിയിൽ തന്നെ ആലോചിച്ച് നോക്കുക. 1/4, 1/8, 1/16 ഇരട്ടി 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 എടുത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 4ന്റെ ഇരട്ടി 8 ആണ്, 8ന്റെ ഇരട്ടി 16 ആണ്, 16ന്റെ ഇരട്ടി എത്രയാടാ 32 ആണ്, 16ന്റെ ഇരട്ടി വരേണ്ടത് അല്ലേ. അപ്പൊ നമ്മളിനി ഏതാ കൂട്ടേണ്ടത്? 1/32 ആണ് 15/16 കൂടെ കൂട്ടേണ്ടത്. നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് സെക്കൻഡിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ, അപ്പൊ 15/16 പ്ലസ് 1/32. ശ്രദ്ധിച്ചേടാ, ഇവിടെ 16ഉം 32ഉം 16ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 32 അല്ലെ. അപ്പൊ ഇൻറ്റു 2 ചെയ്താൽ പോരേടാ. അപ്പൊ ഇൻറ്റു 2 നമ്മൾ മുകളിലും താഴെയും ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടൂടാ? 15 × 2 30 ആണ് കിട്ടുന്നത്. അപ്പൊ 30 പ്ലസ് 1/32 ദാറ്റ് ഈസ് 31/32 എന്നാണ് നമുക്ക് അടുത്ത ഒന്നാമത്തെ പാറ്റേൺ കിട്ടേണ്ടത് കേട്ടോ. അത്രയാണ് 31/32. പിടികിട്ടുന്നുണ്ടോ? പ്ലസ് ഇനി അടുത്ത രണ്ടാമത്തെ സംഖ്യയിലേക്ക് കിടക്കാം. നോക്കിയടാ, 1/4, 1/8, 1/16. അപ്പൊ അടുത്ത എന്തായിരിക്കും? ഇത് നമ്മളിവിടെ ചെയ്തല്ലോ. 1/4, 1/8, 1/16, 1/32. അപ്പൊ ഇവിടെ വരേണ്ട ഏതാണ്? 1/32 ആണ്. ഇനി ഇവരെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇനി അടുത്ത് നോക്കിയടാ, 1/32. 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. ഇനി 32ന്റെ ഇരട്ടി എത്രയാടാ? 64 എന്ന് വരും. കിട്ടുന്നുണ്ടോടാ? 1/64. നമുക്ക് ഇവരെ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായടാ? ആൻസർ കിട്ടുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? അപ്പൊ ഇവരെ കൂട്ടി നോക്കാം നമുക്ക്. ലാസ്റ്റിന് ഇവരെയും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ്. അപ്പൊ ഞാനത് ഫൈനൽ ആൻസർ നമ്മൾ കൂട്ടാൻ പോലെ. അപ്പൊ നമുക്ക് മറ്റൊരു കളർ വെച്ച് കൂട്ടിയാലോടാ. നമുക്ക് പച്ച കളർ എടുക്കാടാ. ഓക്കെ, അപ്പോൾ 15/16 പ്ലസ് 1/32. ശ്രദ്ധിച്ചേടാ, ഇവിടെ 16 എന്ന് പറയുന്നത് 13 എന്ന് പറയുന്ന നമ്പറും ഉണ്ട് അല്ലേ. ഇതിനകത്ത് 16 നമുക്ക് 32 ആക്കാലോടാ. യെസ്, 16 32 ആക്കാൻ 2 വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 30 പ്ലസ് 1/32. സോ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 31/32 എന്ന് കിട്ടും. കിട്ടൂലേടാ? ഓക്കെ അല്ലേടാ? ഇനി അടുത്തതിൽ ഇതുപോലെ തന്നെ മാറ്റണോ അല്ലേ. അത് നമുക്ക് പച്ച വെച്ച് തന്നെ ചെയ്യാം. യെസ്, 31/32 പ്ലസ് 1/64. 32ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 64 എന്ന് പറയുന്നത്. അപ്പൊ മുകളിലും താഴെയും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നൂടാ? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മുകളിൽ എന്ത് കിട്ടൂടാ? 62 പ്ലസ് 1 എത്രയാടാ? 62 പ്ലസ് 1ഉം 63. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ. ശ്രദ്ധിച്ചേ, 3ഉം 4ഉം 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. 7ഉം 8ഉം 8ൽ നിന്ന് 1 കുറച്ചാൽ 7 കിട്ടും. 15ഉം 16ഉം 16ൽ നിന്ന് 1 കുറച്ചാൽ 15 കിട്ടും. ഇവിടെ 31 32 32ൽ നിന്ന് 1 കുറച്ചാൽ 31 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ആണ് താഴത്ത് വന്നിരിക്കുന്നെങ്കിൽ മുകളിൽ എത്രയായിരിക്കണം? 63 ആയിരിക്കണം അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് അല്ലേ. താഴത്ത് 64 ആണെങ്കിൽ മുകളിൽ 1 കുറച്ചാൽ 63 ആയിരിക്കും. യെസ്, വെരി ഗുഡ്. അപ്പൊ 63/64 ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഇനി നമ്മൾ പഠിച്ചല്ലോ, ഇനി നമ്മൾ ഉഷാറായിട്ട് അടുത്തതിൽ ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇതിനകത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് എന്തായിരുന്നു? ആ പാലിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ശ്രദ്ധിച്ചേടാ, മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് എ സ്മോൾ വെസൽ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വലിയ പാത്രമുണ്ട്, ഒരു ചെറിയ പാത്രമുണ്ട് കേട്ടോ. ദർ ഈസ് 3/4 liters ഓഫ് മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. അപ്പൊ വലുതിലെ അളവ് തന്നിട്ടുണ്ടല്ലോ, 8.25 ലിറ്റർ ആണ് വലുതിലുള്ളത്. ആൻഡ് അതിനുശേഷം എങ്ങനെയാണ്? ഇഫ് 1/4 liters ഓഫ് മിൽക്ക് ഈസ് poured from large vessel to small. ഇതിൽ നിന്നും നമ്മളൊരു 1.25 ലിറ്റർ വെള്ളം എടുത്ത് ചെറുതിലേക്ക് ഒഴിച്ചാൽ എന്താടാ? ഈ 8.25 ലിറ്റർ വെള്ളത്തിൽ നിന്നും പാലിൽ നിന്നും 1.25 ലിറ്റർ എടുത്ത് നമ്മൾ ചെറുതിലേക്ക് ഒഴിച്ചാൽ the quantity of the milk in both the vessels becomes same. ഇപ്പൊ എന്തായടാ? രണ്ട് പാത്രത്തിലെയും വെള്ളത്തിന്റെ അളവ് തുല്യമായി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടായ മാറ്റം ആദ്യം തന്നെ ഒന്ന് കണ്ടുപിടിക്കാം. അതായത് 8.25 നിന്നും എത്ര കുറഞ്ഞു? 1.25 കുറഞ്ഞു. ഓക്കെ, അപ്പൊ 8.25 എന്ന് പറഞ്ഞാൽ 8 + 3/4 അല്ലേടാ. മൈനസ് വന്നിട്ട് അപ്പുറം വരുന്ന ആൾക്കാരെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 + 1/4 ആയില്ലേടാ. ഇനി 8 + 8.25 നമുക്ക് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 8 + 3/4 മൈനസ് 1 - 1/4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലസ് എന്തായി മാറുന്നു? മൈനസ് ആയി മാറുന്നു. ഇനി എന്താണ്? 8 - 1 എന്നും
പ്ലസ് 3/4 മൈനസ് 1/4 എന്ന് നമുക്ക് കിട്ടുന്നു ആണല്ലോടാ. ഇനി 8 മൈനസ് 1 7 കിട്ടുന്നു. 3/4 മുക്കാലിൽ നിന്ന് കാല് കുറച്ച് എത്രയാടാ അരയാണ് വരണ്ടേ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാലോ, 3 മൈനസ് 1 2/4 അല്ലേ? 2/4 ചെറുതാക്കുമ്പോൾ അര കിട്ടൂലേടാ. അപ്പൊ ഇപ്പോ രണ്ട് പാത്രത്തിലും എത്ര ഉണ്ടടാ? 7 ലിറ്റർ വെള്ളം, സോറി വെള്ളം എന്നാണ് എൻ്റെ വായിൽ വരുന്നത്, 7 ലിറ്റർ പാല് വീതം രണ്ട് പാത്രത്തിലുണ്ട്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പാത്രത്തിൽ എത്ര ഉണ്ടടാ? 7 പ്രസന്റ്, അറ്റ് പ്രസന്റ് ഇപ്പോൾ കേട്ടോ. ഇപ്പോഴത്തെ പരിപാടിയാണ് പറയുന്നത്. ഈ 1.25 ലിറ്റർ മാറ്റിയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. രണ്ടിലും 7.5 ലിറ്റർ പാലുണ്ട്. രണ്ടിലും 7.5 ലിറ്റർ പാലുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചേടാ. The quantity of milk in both the vessels becomes same. അങ്ങനെയാണെങ്കിൽ what is the quantity of milk in the small vessel in the beginning? അങ്ങനെയാണെങ്കിൽ ഈ 7 ലിറ്റർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒഴിച്ചപ്പോഴാണ് 7 ലിറ്റർ വന്നല്ലേ? അങ്ങനെയായിരുന്നുവെങ്കിൽ ചെറിയ പാത്രത്തില് നേരത്തെ ഒഴിക്കുന്നതിന് മുന്നേ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എങ്ങനെ കണ്ടുപിടിക്കൂടാ? ഇപ്പോ 7.5 ലിറ്റർ വന്നു. എത്ര പാൽ ഒഴിച്ചപ്പോഴാണ് 7.5 ആയത്? 1.25 ഒഴിച്ചപ്പോഴല്ലേടാ 7.5 ആയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7.5 1.25 കുറച്ച് കഴിഞ്ഞാൽ ആദ്യം എത്ര പാലുണ്ടായിരുന്നു കിട്ടൂലേടാ? കിട്ടുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഒരു 7.5 നിന്നും 1.25 കുറച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ, ഫൈനൽ ആൻസർ കിട്ടുന്നത് 6.25 ലിറ്റർ ആണ് കേട്ടോ. നമ്മൾ മുന്നേ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ഇതും ഒന്ന് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, 6.25 ലിറ്റർ. ഓക്കെ ആണോടാ? യെസ്. ഇനി ഇതിന്റെ ഒരു സി പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് നിങ്ങൾ തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ടാവണേടാ. കാരണം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ജസ്റ്റ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഫസ്റ്റ് ശ്രദ്ധിച്ചേടാ, 1/2 പ്ലസ് 1/3. ഇവിടെ 2ഉം 3ഉം ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 വെച്ചിട്ടും ഇവിടെ 3 വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 6 ആക്കാമല്ലോ. അപ്പോൾ മുകളിൽ 3, ഇവിടെയും 2. അപ്പൊ എന്താ ഇവിടെ 3 പ്ലസ് 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6. അപ്പൊ മാച്ച് ചെയ്യാലോ. ഏതാണ്? നേരെ തന്നെ കിടക്കണ്ടടാ. അത് കൊള്ളാം അല്ലേ? ഇനി 1/3 പ്ലസ് 1/5. നമുക്ക് എന്താണ്? ഇതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടൂടാ? യെസ്, 5 പ്ലസ് 3/15 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/15. അപ്പൊ ഈ മാച്ച് ചെയ്യാലോടാ. 8/15. ഇനി ബാക്കിയുള്ളത് ഏതായിരിക്കും? 1/3 ഏതായിരിക്കും? 1/4 ആയിരിക്കും. പക്ഷെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പൊ എത്ര കിട്ടും? 4 പ്ലസ് 3 3/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ മക്കള്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത് എന്താണ് ഇതേപോലെ മാച്ച് ചെയ്താൽ പോരാ, നമുക്ക് ഓപ്ഷൻസ് ഇന്ന് സെലക്ട് ചെയ്ത് എഴുതണം. അപ്പൊ ഇതൊക്കെയാണോ? MTNV. അപ്പൊ നമുക്ക് ഓർക്കാലോ, MTNV. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് MT. ഇവിടെ P ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഏത് തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ അല്ലേടാ? ഇനി ഇതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എനിക്ക് ആദ്യത്തെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവണം. കാരണം സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയിരുന്നു. നോക്കിയല്ലോ, എ വെസൽ കണ്ടെയ്ൻസ് 5 liters ഓഫ് മിൽക്ക്. ഒരു പാത്രത്തിൽ എത്ര പാലുണ്ടോ? 5 ലിറ്റർ പാല്. 1 part of the milk is taken by Hari when it is divided into 6 equal parts. എന്താണ് ഈ പറയുന്ന ഈ പാലിനെ 5 തുല്യ കഷ്ണങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ആർക്ക് കിട്ടിയത്? ഹരിക്ക് കിട്ടിയത്. അപ്പൊ ഈ 5 ലിറ്ററിനെ തുല്യം 6 ആയിട്ട് ഭാഗിച്ചു എന്ന് പറയുമ്പോൾ 5/6 അല്ലേടാ ഒരാൾക്ക് കിട്ടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? 5 ലിറ്ററിനെ മൊത്തം 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടത് എത്രയാടാ? 5/6 ആണ്. പിടികിട്ടുന്നുണ്ടോ? 5/6 ലിറ്റേഴ്സ്. അപ്പൊ ഹരിക്ക് കിട്ടിയത് എത്രയാടാ? 5/6 ലിറ്റേഴ്സ്. ഇനി അടുത്ത നോക്കി, ആൻഡ് 1 part of the milk is taken by Sudha when it is divided into 3 equal parts. ഇതിനെ 3 തുല്യ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതാണ് ആർക്ക് കിട്ടിയത്? നമ്മുടെ സുധയ്ക്ക് കിട്ടിയത്. അത് എത്രയായിരിക്കും? അപ്പൊ 5/3. 5 ലിറ്ററിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ്? 5 ലിറ്ററിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ സുധയ്ക്ക് എത്ര കിട്ടിയ? 5/3 ലിറ്റർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗദർ? രണ്ടുപേരും കൂടി എത്ര എടുത്തിട്ടുണ്ടാവും? അത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 5/6 പ്ലസ് 5/3. 6നെ നമുക്ക് 3നെ നമുക്ക് 6 ആക്കാലോടെ. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 വെച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടൂടാ? ആദ്യം 5 ഉണ്ട്, പിന്നെ ഒരു 10 ഉണ്ട്, താഴെ 6 ഉണ്ട്. സോ ആൻസർ എന്ത് വരും? 15/6. 15/6നെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് 1/2 ലിറ്റർ എന്ന് കൊടുക്കാവുന്നതാണ്. 2.5 ലിറ്റർ. ഓക്കെ, ഇത്രയാണോ? 2.5 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. 15/6 ചെറുതാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കോ, കുഴപ്പമില്ല, ആൻസർ ശരിയാണ്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ ഡിയിലേക്ക് കിടക്കുവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1 part of 10 divided by 6 is 6/10. എടാ അവിടെ നോക്കണോടാ. 10നെ 6 ആക്കി മുറിച്ചതിൽ ഒരു ഭാഗമാണ് 6/10. ശരിയാണോടാ? അത് അല്ല.
10നെ നമ്മൾ എത്ര ഭാഗമായിട്ടാണ് മുറിച്ചത്? 6 ഭാഗങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എത്ര ഭാഗങ്ങളായിട്ടാണ് മുറിച്ചത് എന്നുള്ളത് താഴത്തല്ലേടാ വരേണ്ടത്. ഇപ്പൊ നമുക്ക് 20 പേർക്ക് 2, അതായത് എന്താണ് മിഠായികളൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു 100 മിഠായി ഉണ്ട്. അത് 20 പേർക്ക് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ 100/20 എന്നല്ലേ പറയാം, അല്ലാതെ 20/100 എന്ന് പറയൂ ഇല്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് തെറ്റാണ് ഏടാ. 10/6 എന്ന് പറയണമായിരുന്നു. ഓക്കെ, when 6 is divided into 10 equal part, one part is more than 1. 6 is divided into 10 equal part, അതായത് 6/10 ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗം ഒന്നിനേക്കാൾ കൂടുതലാണ്. എന്താണ്, ഒരു ഭാഗം ഒന്നിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. 6/10 നമുക്ക് ചെയ്ത് നോക്കിയാലോടാ. 6/10 ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ചെറുതിനെ വലുത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും 1ൽ കൂടുതൽ വരുവോടാ? ഇല്ല, ഒരു ഡെസിമൽ നമ്പർ ആണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷനും തെറ്റാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 1 part of 10 divided by 6 and 1 part of 5 divided by 3 is the same. ശ്രദ്ധിച്ചേടാ, 10നെ 6 ആക്കി മുറിക്കുന്നതും 5നെ 3 ആക്കി മുറിക്കുന്നതും തുല്യമാണ് എന്നാണ് പറയുന്നത്. നോക്കിയടാ, തുല്യമാണോ അത്? 10/6, 10ന്റെ പകുതിയല്ലേടാ 5, 6ന്റെ പകുതിയല്ലേടാ 3, അപ്പൊ അത് കറക്റ്റ് അല്ലേടാ? ഓക്കെ, ഇനി നോക്കി, 10/6 is less than 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 10/6 is less than 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോടാ. ഒരു തവണ പോകും 4, യെസ്. അപ്പൊ ഏകദേശം നമുക്കത് കിട്ടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പറയുന്നത് 10/6 is less than 1 എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ 6 × 1 6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റിമൈൻഡർ 4 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് എടുത്ത് മാറ്റി കഴിയുമ്പോൾ 1 4/6 എന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 1 2/3 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഒന്നിനേലും കൂടുതലല്ലേടാ? ഒന്നിനേലും താഴെയല്ല, ഒന്നിനേലും കൂടുതലാണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി, ഇനി അടുത്തത് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നോക്കിയടാ, സർക്കിളിലെ എത്ര ഭാഗങ്ങളിൽ പോയിന്റ് ടച്ച് ചെയ്ത് നോക്കിയടാ? 5 പോയിന്റ്സിനെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം, ഏതെങ്കിലും ഇഷ്ടമുള്ള റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇത് നമുക്ക് 5 കഷ്ണങ്ങളായിട്ട് മുറിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പരിപാടി, 5 ആക്കി, ഒരു സർക്കിളിനെ 5 ആക്കി മുറിക്കാനായിട്ട് നമുക്ക് 360/5 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 72 ഡിഗ്രി എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സെന്റർ ഫോക്കസ് ചെയ്തിട്ട് ഇതിനെ ഓരോന്നിനെയും എന്ത് ചെയ്യടാ, 5 കഷ്ണമായിട്ട് അങ്ങോട്ട് മുറിക്കുക. 1 2 3 4 5. നോക്കിയടാ, എന്താണ് നമ്മൾ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് സ്കെയിൽ കൊണ്ട് വെച്ചിട്ട് 72 ഡിഗ്രി എടുത്ത് എന്ത് ചെയ്യാം, ഓരോ സ്ഥലത്തും 72 ഡിഗ്രി എടുത്ത് നമുക്ക് എത്ര പോയിന്റ് കിട്ടൂടാ? 5 പോയിന്റ്സ് നമുക്ക് കിട്ടും. എത്രയാണ്? 5 പോയിന്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ അങ്ങ് യോജിപ്പിച്ചാൽ മതി അല്ലേ? കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. എന്ത് ചെയ്യാം, ഈ 5 പോയിന്റ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങോട്ട് യോജിപ്പിക്കാം. പിന്നെ എന്താ, ഉള്ളിലൊരു സ്റ്റാർ വരയ്ക്കണം അല്ലേ? അപ്പം ഞാൻ ഉള്ളിലത്തെ ഇത് മായ്ച്ചു കളയാണ്. നമുക്കിപ്പോൾ പെൻറ്റഗൺ കിട്ടിയല്ലോ. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 വശങ്ങളുള്ള ഈ ഒരു സൈഡിനെ നമ്മൾ, ഈ ഒരു ഫിഗറിനെ നമ്മൾ പെൻറ്റഗൺ എന്നാണ് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, യോജിപ്പിക്കാമല്ലോ. നമ്മുടെ നക്ഷത്രം അതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കാം. കിട്ടിയല്ലോ നക്ഷത്രം, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഇത് വരയ്ക്കേണ്ടിയിരുന്നത് കേട്ടോ. ശരി, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചാണ്. ദ ഗിവൺ ഫിഗർ ഇസ് നോട്ട് എ റെക്റ്റാങ്കിൾ. ഇതൊരു റെക്റ്റാങ്കിൾ അല്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലേ എന്തുകൊണ്ട് റെക്റ്റാങ്കിൾ അല്ല എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ട് റെക്റ്റാങ്കിൾ അല്ല? ഇറ്റ് ഹാസ് 4 സൈഡ്സ്. 4 വശങ്ങൾ ഉണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയേനെ. ഓപ്ഷൻ എ അല്ല. ഇറ്റ് ഹാസ് 4 കോർണേഴ്സ്. 4 കോർണേഴ്സ് ഉള്ളപ്പോൾ അത് റെക്റ്റാങ്കിൾ ആണ്, പക്ഷെ അതല്ല കാരണം അല്ലേ. their opposite sides are not equal. ഓപ്പോസിറ്റ് വശങ്ങൾ തുല്യമല്ല. their 2 angles are right angles. 2 ആംഗിൾസ് ഉണ്ടായിരുന്നെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയാനേ. മൂന്നാമത്തെ നോക്കിയടാ, their opposite sides are not equal. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാലേ അതൊരു റെക്റ്റാങ്കിൾ ആകുള്ളൂ. ഇവിടെ എന്താണ്, their opposite sides are not equal. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കുഴപ്പിച്ച് കാണും. കാരണം എന്തുകൊണ്ട് റെക്റ്റാങ്കിൾ അല്ലാന്ന് മറ്റൊരു ഫിഗർ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ എൻ്റെ മക്കൾ എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത എക്സാംസിലേക്ക് കിടക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അടുത്ത എക്സാംസിലേക്ക് കിടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകണം. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എഴുതാനായിട്ട് മുന്നേ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ എക്സാം ഇട്ടേക്കും പോട്ടെ, നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇത് പൊക്കോട്ടെ. ഇനി അടുത്തത് കൃത്യമായിട്ട് തന്നെ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ.